സെൻസസ് എന്യൂമറേറ്റർമാരുടെ HLO മൊബൈൽ ആപ്പിലെ 7-ാമത്തെയും 8-ാമത്തെയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുടെ ഓപ്ഷനുകളുമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സെൻസസ് എന്യൂമറേറ്റർമാരുടെ HLO മൊബൈൽ ആപ്പിലെ 4, 5, 6 ചോദ്യങ്ങളെപ്പോലെ തന്നെ വീടുമായി ഹൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 7-ാമത്തെയും 8-ാമത്തെയും ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 7, സെൻസസ് വീടിൻ്റെ ഉപയോഗം സംബന്ധിച്ചാണ്. ഈ ചോദ്യത്തിന് 1 മുതൽ 9 വരെയുള്ള ഉത്തരങ്ങളുടെ ഓപ്ഷനുകളും 10-ാമത് 0 എന്നുള്ള ഒരു ഓപ്ഷനുമാണ് ഉള്ളത്. 7-ാം നമ്പർ ചോദ്യത്തിൻ്റെ ആൻസറുകളിൽ 1-ാമത്തെ ഓപ്ഷൻ താമസ സ്ഥലം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്ഷൻ കോഡ് 1 എന്നുള്ളത് താമസ സ്ഥലം എന്നുള്ളതാണ്. അതായത് താമസത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള വീടുകൾക്ക് കോഡ് ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുക. 2-ാമത്തെ ഓപ്ഷൻ താമസത്തിനും മറ്റാവശ്യത്തിനും എന്ന 2-ാം കോഡ്. അതായത് ഒരു സെൻസസ് വീട് താമസത്തിനും അതോടൊപ്പം തന്നെ 1 അതിലധികമോ താമസേതര ആവശ്യത്തിനും ഉപയോഗിക്കുന്നുവെങ്കിൽ കോഡ് നമ്പർ 2 സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് താമസവും പലചരക്ക് കടയും, അതല്ലെങ്കിൽ താമസവും ക്ലിനിക്കും പോലുള്ള ഉപയോഗങ്ങൾ. 3-ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ കോഡ് കട ഓർ പീടിക അല്ലെങ്കിൽ ഓഫീസ്. അതായത് രൊക്കം പണത്തിന് അല്ലെങ്കിൽ കടമായോ സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഓഫീസ് ആവശ്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സെൻസസ് വീട്. 4, സ്കൂൾ, കോളേജ് മുതലായവ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കോഡ് നമ്പർ 4 സെലക്ട് ചെയ്യുന്നു. 5, ഹോട്ടൽ, ലോഡ്ജ്, ഗസ്റ്റ് ഹൗസ് മുതലായവ. 6, ആശുപത്രി, ഡിസ്പെൻസറി മുതലായവ. 7-ാമത്തെ ഓപ്ഷൻ വ്യവസായശാല, തൊഴിൽശാല, തൊഴിൽ ഷെഡ് മുതലായവ. 8-ാമത്തെ ഓപ്ഷൻ ആരാധനാലയം. 9, മറ്റ് താമസേതര ഉപയോഗം. അതായത് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത താമസേതരമായിട്ടുള്ള ഉപയോഗം. ഉദാഹരണത്തിന് വിനോദം, സാമൂഹ്യമായ ഒത്തുചേരൽ, അതുപോലെയുള്ള ജിംനേഷ്യം, കളിക്കുന്നതിനുള്ള സ്ഥലം, വായനശാല, സ്റ്റേഡിയം, മ്യൂസിയം പോലെ ഒക്കെയുള്ള ഉപയോഗം. പിന്നെ 9 കഴിഞ്ഞാൽ 0 എന്നുള്ള ഒരു ഓപ്ഷൻ, 10-ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ കോഡ് ഒഴിഞ്ഞു കിടക്കുന്നവ എന്നുള്ള ഓപ്ഷനാണ്. അതായത് വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് ആളൊഴിഞ്ഞ നിലയിൽ കണ്ടെത്തുകയും ആൾ താമസമില്ലാതിരിക്കുകയും താമസേതരമായ യാതൊരു കാര്യത്തിന് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള സെൻസസ് ഹൗസിനെ ഒഴിഞ്ഞു കിടക്കുന്നവ അല്ലെങ്കിൽ വേക്കൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ അല്ലെങ്കിൽ കോഡിൽ സെലക്ട് ചെയ്യാം. എന്നാൽ അതോടൊപ്പം
വീട് ഒഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ കാരണം കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ടാകും. അവിടെ ഒഴിഞ്ഞു കിടക്കുന്നവ, അറ്റകുറ്റപ്പണികൾ നടക്കുന്നവ, ഒഴിഞ്ഞു കിടക്കുന്നവ നിർമ്മാണം പൂർത്തിയായിട്ടില്ല, ഒഴിഞ്ഞു കിടക്കുന്നവ വാടകയ്ക്ക് കൊടുക്കുവാൻ ആളെ കിട്ടിയിട്ടില്ല, ഒഴിഞ്ഞു കിടക്കുന്നവ വാടകക്കാരെ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള വിവരണം നൽകാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സെൻസസ് ഹൗസിൻ്റെ ഉപയോഗം എന്നുള്ള ആ ചോദ്യത്തിന് 1 മുതൽ 9 വരെയും പിന്നെ 0 കോഡും ഉൾപ്പെടെ 10 ഓപ്ഷനുകളാണുള്ളത്. അതിൽ 1 താമസാവശ്യത്തിന് എന്നും 2 താമസത്തിനും മറ്റാവശ്യത്തിനും എന്നുള്ളത്. ഈ 1ാമത്തെ താമസത്തിനും 2ാമത്തെ താമസത്തിനും മറ്റാവശ്യത്തിനും എന്നുള്ള ഈ കോഡുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള അവസാനത്തെ 34ാമത്തെ ചോദ്യം വരെയുള്ള ആ ക്വസ്റ്റ്യനുകൾക്ക് ആൻസറുകളുടെ ഓപ്ഷനുകൾ നൽകേണ്ടി വരും. അതേസമയം ഈ 7ാമത്തെ ചോദ്യത്തിന് 3 മുതൽ 9 വരെയുള്ള അല്ലെങ്കിൽ 0 ഓപ്ഷനുകളാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അവയ്ക്ക് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് 2 ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകിക്കഴിഞ്ഞാൽ നേരെ അവസാന ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക്, സബ്മിഷൻ ഭാഗത്തേക്ക് പോകും. എന്നുവെച്ചാൽ താമസേതര ആവശ്യങ്ങളായ കട, സ്കൂള്, ആശുപത്രി, വ്യവസായശാല, ആരാധനാലയം, മറ്റ് താമസേതര ഉപയോഗം, ഒഴിഞ്ഞു കിടക്കുന്നവ എന്നൊക്കെയുള്ള 3 മുതൽ 9 അല്ലെങ്കിൽ 0 വരെയുള്ള ഓപ്ഷനുകളാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ 34ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിച്ചേർന്ന് സബ്മിറ്റ് ചെയ്യുന്ന തലത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അതോടൊപ്പം ഇതിൻ്റെ താഴെയായി പൂട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ലോക്ക്ഡ് ഹൗസ് എന്നുള്ള സ്ഥാപനപരം എന്നുള്ള 2 ഓപ്ഷനുകൾ കൂടി നമുക്ക് കാണാൻ കഴിയും. അടുത്തത് മൊബൈൽ ആപ്പിലെ 8ാമത്തെ ചോദ്യമാണ്. അത് ഈ സെൻസസ് വീടിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് 3 ഓപ്ഷനുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. 1 നല്ലത്, ഗുഡ്, അതായത് അറ്റകുറ്റപ്പണികൾ ആവശ്യമില്ലാത്ത താമസിക്കാൻ നല്ല നിലയിലുമുള്ള വീട് എന്നാണ് അതിൻ്റെ അർത്ഥം. 2ാമത്തെ ഓപ്ഷൻ താമസിക്കാവുന്നത് എന്നാണ്. ചെറിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള അത്തരത്തിലുള്ള താമസിക്കാവുന്ന ആ വീടുകളെ താമസിക്കാവുന്നവ എന്നുള്ള ആ ഓപ്ഷൻ നൽകാവുന്നതാണ്. 3ാമത്തെ ഓപ്ഷൻ ജീർണിച്ചവ എന്നുള്ളതാണ്. അതായത് നാശത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതോ ജീർണിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ വലിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതായ വീടിനെ, അത്തരത്തിലുള്ള വീടിനെ ഈ 3ാമത്തെ ഓപ്ഷൻ ജീർണിച്ചത് എന്നുള്ള ആ കോഡ് നൽകാവുന്നതാണ്.